ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നിപ്പോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോക്ക് മുന്നിൽ ഞാൻ വരുന്നത്. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വലിയവർക്കും ചെറിയ കുട്ടികൾ മുതൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഐറ്റം. അത് നമ്മുടെ അച്ചാറാണ്, ഒരു തേങ്ങ അച്ചാർ കേട്ടോ. സ്പെഷ്യലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ പരീക്ഷിക്കണം, എന്നിട്ട് അതിന്റെ ടേസ്റ്റ് അറിയണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോന്നും പരിചയപ്പെടുത്തി തരാം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തേങ്ങ, ഒരു വലിയൊരു തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഇതിൽ കാണുന്ന പോലെ തന്നെ ചെറുതായിട്ട് അരിയാം. പിന്നെ ഒരു പിടി പുളിങ്ങ, അത് വെള്ളത്തിൽ കുതിർത്തുക. 4-5 ശർക്കര, പിന്നെ ഉലുവ വേണം, കടുക്, വലിയ ജീരകം, ചെറിയ ജീരകം, സുർക്ക, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, മല്ലി. ഇതിലിപ്പോൾ മല്ലിയും വെളിച്ചെണ്ണയും നമുക്ക് 2 ടീസ്പൂൺ ആവശ്യമാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓരോ ടീസ്പൂൺ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 8 ഇല്ലി വെളുത്തുള്ളി, രണ്ടായി പകുതി അരിയാം, അതിനെ 2ആയിട്ട് കീറുക കേട്ടോ, വെളുത്തുള്ളി. പിന്നെ ഒരു 10 ഉണക്കമുളക്, അല്പം വേപ്പില, പിന്നെ പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് ഇതേപോലെ നമ്മൾ വട്ടത്തിൽ അരിയുക. അതേപോലെ ഒരു ചെറിയ കഷ്ണം കായം വേണം. ഇതൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് ചേരുവകളായിട്ട് ആവശ്യമുള്ളത്. ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ആദ്യം നമുക്ക് അതിനുള്ള ഇത് ചെയ്യാം. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ആദ്യമായിട്ട് നമുക്ക് കടുക് ഇടണം. കടുക് നമുക്ക് ഇടാം. ഇതിപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കണ, അതേപോലെ സാധനം ഉണ്ടാക്കണത്, അപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും വീഡിയോയിൽ. അത് ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കുകയാണ്, ഒക്കെ ക്ഷമിക്കണം. അപ്പോൾ ചട്ടിയിലേക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം കടുക് ഇട്ടു, അതിനോടുകൂടി 2 ജീരകം, മല്ലി, മുളക്, അതേപോലെ ചെറിയൊരു കായത്തിൻ്റെ പൊട്ട്. ഇതെല്ലാം നമ്മളൊരു ചെറിയൊരു നല്ല മണം ഇതൊക്കെ വരും. അതുപോലെ ഒന്ന് ചെറുതായിട്ട് വറുക്കുക. നമ്മൾ ആ മണമൊക്കെ വരെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക. ലാസ്റ്റ് നമ്മൾ ഇതൊന്ന് ഇതായാലും നമ്മൾ ഉലുവ ഇടാണ്ട് ഈ വറുക്കുന്നതിലേക്ക്, അത് ലാസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഒന്നും കൂടി മൂക്കട്ടെ, എന്നിട്ട് നമുക്കൊന്ന് ഉലുവ ഇട്ടിട്ടൊന്ന് ഇളക്കാണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് ഉലുവ ഇടുകയാണ്. ഉലുവ ഇട്ടു. ഇനി ഒന്ന് കടുകൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഓഫ് ചെയ്യാനായിരിക്കണം നമുക്ക് ഒന്ന്. എന്നിട്ട് നമ്മളിതൊരു നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടില്ലെങ്കിലും അത്യാവശ്യം മാക്സിമം പൊടിയുന്ന അത്രയും ടേസ്റ്റ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നല്ലോണം കടുകൊക്കെ ഇപ്പോൾ ഏകദേശം പൊട്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം ആയി, നമ്മുടെ ഇതൊക്കെ നല്ല മണം വരൽ തുടങ്ങി. അപ്പോൾ നമ്മളിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. ഓക്കെ, പൊടിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി അത് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പം ഇനി അതിലേക്ക് നമ്മൾ ആദ്യം വേപ്പിൻ്റെ ഇല ഇടുക. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, നമ്മൾ വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, പച്ചമുളക് ഇതെല്ലാം ഒന്നിങ്ങനെ മൂപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ലോണം ഒന്ന് മൂക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കൊത്തി വെച്ച് നമ്മുടെ തേങ്ങ അത് ഇതിലേക്ക് ഇടണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇടുകയാണ്.
ഇത് നന്നായി ഒന്ന് ഇളക്കുക. നന്നായി ഇളക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞ. അപ്പോൾ തേങ്ങ ഒക്കെ ഒന്ന് നല്ലോണം ഇളക്കുക. പിന്നെ നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടണം, അതേപോലെ ഉപ്പിടണം. മഞ്ഞൾപ്പൊടി നമ്മളൊരു ചെറിയ കളറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. നല്ല കളറൊക്കെ ഉള്ള മഞ്ഞൾപ്പൊടി ആണെങ്കിൽ നമ്മളൊരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പാകത്തിന് ഉപ്പ് ചേർക്കുക, മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇത് നന്നായി ഒന്ന് ഇളക്കുക. ഇത് നല്ലോണം ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർക്കണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുളക് പൊടി നമ്മൾ ചേർക്കണം. ഇതിൽ തീയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം കേട്ടോ. തീയിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് തീയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യാം. നമ്മൾ മുളക് പൊടി ഇടുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളിങ്ങ ഉണ്ടല്ലോ, പുളിങ്ങ നമുക്ക് ഇതിൽ ചേർക്കാം. എന്നിട്ട് അത് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഒരു 4-5 അച്ച് ശർക്കരയും ഇടുക. ഇതിലിപ്പോൾ ഞാൻ ആദ്യം പറയാത്ത ഒരു ഐറ്റം എന്താ വെച്ചാൽ 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കണം കേട്ടോ. ഇതൊന്ന് അടച്ചു വെക്കണം, ഒന്ന് തിളക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് നല്ലോണം, അപ്പോൾ അച്ചാർ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർക്കാം. ഇതിലിപ്പോൾ ശർക്കര ഇട്ട് ഇനി നമ്മളൊന്ന് മൂടി വെക്കാം. നമ്മളെ ശർക്കര ഒക്കെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ശർക്കര ഒക്കെ ഉരുകി അത്യാവശ്യമായി. ഇനി നമുക്ക് ഇതിലേക്ക് സുറുക്ക ഒഴിക്കേണ്ടതുണ്ട്. നമുക്ക് സുറുക്ക ഒഴിക്കാം. സുറുക്ക ഒഴിച്ച് ഒന്ന് നല്ലോണം നമുക്കത് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ അച്ചാർ ഏകദേശം റെഡിയായി. നമ്മൾ ഇതൊന്ന് 2-3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ ഇത് ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മുടെ അച്ചാർ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അച്ചാറിൻ്റെ ശരിയായ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ 1-2 ദിവസം വെയിറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കാരണം വെയിറ്റ് ചെയ്യാൻ കഴിയുമോ അറിയില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ഓക്കെ.